ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചോറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോറെടുത്ത് അങ്ങനെ കാസറോളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ദോശ ചൂടാം. അപ്പോൾ ഇന്നത്തെ ദോശ എന്താണെന്ന് വെച്ചാൽ ഇത് റവയാണ് കേട്ടോ. റവയും പിന്നെ രണ്ടോ മൂന്നോ ടീസ്പൂണ് മൈദയും പിന്നെ ഒരു മുറി തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ദോശ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു റവയാണെന്ന് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുമൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എണ്ണ അല്ലെങ്കിൽ ബട്ടർ, നെയ്യ് എന്തും ആക്കി കൊടുക്കാം കേട്ടോ. ഓയിൽ, വെളിച്ചെണ്ണ ഒക്കെ ആക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആക്കിയിട്ടാണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടതങ്ങനെ ഒട്ടിയൊന്നും പിടിക്കില്ല. ചട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വിട്ട് ഓടി കളിക്കണ പോലെയാണ് ദോശ. ഞാൻ കുറേ നേരം വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിച്ചെടുക്കട്ടെ ഈ ദോശ. നല്ല ടേസ്റ്റാണ്. രണ്ട് ഭാഗത്തും എണ്ണയൊക്കെ ആക്കിയിട്ട് നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്രത്തോളം എടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ വെള്ളമേടിട്ട് നല്ല മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനങ്ങനെ ഒരുപാട് ദോശയൊന്നും ഉണ്ടാക്കി കൂട്ടൊന്നുമില്ല കേട്ടോ. വെറുതെ ബാക്കിയാവണ്ടല്ലോ. ഞാനങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കല്ല. ഇതിനിടയ്ക്ക് കറണ്ട് പോയിന്ന് തോന്നുന്നു, അതാണ് ഒരു വെളിച്ചക്കുറവേ. അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, ഒരു 6 ദോശ ചൂടുള്ളൂ കേട്ടോ. അപ്പം അതിങ്ങനെ ചൂട് കൊടുക്കാൻ അപ്പം തന്നെ തിന്നേക്കണം, അല്ലെങ്കിൽ പിന്നെ തിന്നൂല. അതുകൊണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി ഒക്കെ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നത് മീൻ കറിയാണ് കേട്ടോ. മീനൊന്നുമില്ല, എന്നാലും തേങ്ങ അരച്ച നല്ല കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെ അങ്ങനെ റവ ദോശയൊക്കെ തിന്നതിന് ഇനി നമുക്ക് കറി ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സാധനമാണ്, ഇത് എന്താ റബ്ബേ, ഇത് വെള്ളരിക്ക തോന്നുന്നു. വെള്ളരിക്കും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കറിയാക്കണം. ചോറ് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പരിപ്പ് വെന്തു. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക, പച്ചമുളക്, തക്കാളി ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് തേങ്ങ അരച്ച് വെക്കണ കറി കേട്ടോ. അപ്പോൾ അതങ്ങനെ ആവട്ടെ. പിന്നെ നമുക്കിത് കൂർക്കയാണ്. ഇത് നന്നാക്കണ ഒരു മെനക്കെട്ട പണിയാണ്. അപ്പോൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. എന്തായാലും നന്നാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ കറി ആ സമയം കൊണ്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ച കറി നമ്മൾ അധികം ഒന്നും തിളപ്പിച്ച് മറിക്കൂലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ആവശ്യത്തിനൊന്നും ചെറുതായിട്ട് തള വന്നപ്പോഴേക്കും ഞാൻ വാങ്ങിച്ച്. പിന്നെ നമ്മൾ അതിലേക്ക് വറവ് ഇടുകയാണ് കേട്ടോ. വറവ് പ്രത്യേകിച്ചൊന്നുമില്ല, കടുകും പിന്നെന്താ മറ്റേ ചുവന്നമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ വറവിടുക. പിന്നെ ഞാൻ കൂർക്കൊക്കെ നന്നാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കടുക് ഇടുകയാണ് കേട്ടോ. കടുകിട്ട് പിന്നെ വറ്റൽമുളക്, കറിവേപ്പിൻ്റെ ഇല, അപ്പോൾ അതൊക്കെ ഇട്ട് അങ്ങനെ വറവിടൽ കഴിഞ്ഞു. നമുക്ക് നമ്മളുടെ കൂർക്കയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വേറെ മോഡലാണ് കൂർക്ക ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് മോഡലൊക്കെ കൂർക്ക ഉണ്ടാക്കുമല്ലോ. വേറെ നാട്ടിൽ വേറെ സ്റ്റൈലാക്കും. ചിലർ വെറും കടുകൊക്കെ പൊട്ടിച്ച് അല്ലെങ്കിൽ ഈ ചുവന്നമുളകൊക്കെ കുത്തിപ്പൊടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വേറെ മോഡലായിട്ട് ഉണ്ടാക്കുന്നത്. ഈ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടു. പിന്നെ ഇതിൻ്റെ ഒപ്പരം നമ്മൾ എന്തിടണം, കറിവേപ്പിൻ്റെ ഇല പിന്നെ ഒഴിവാക്കൂലല്ലോ. പിന്നെ കുറച്ച് സവാളയും അതുപോലെ പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ കുറച്ച് മതി, ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആവും കേട്ടോ. അതുകൊണ്ട് നമ്മളെ കൈപ്പിടി ഉണ്ടല്ലോ, അതായത് ഒരു കൈപ്പിടിക്ക് മാത്രം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കട്ടെ ഇത്ര. എന്നിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയിട്ട് എടുത്തിട്ടായാലും മതി. എങ്ങനെ എടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്നും അങ്ങോട്ട് വഴറ്റി എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് കൂർക്കല്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂർക്ക ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. കാരണം നല്ല വേവുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട്, നല്ല വേവുള്ള സാധനമാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് നന്നായിട്ട് വന്നിട്ടൊന്നുമില്ല. അതിന് നമുക്ക് നല്ല മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കൂർക്ക അങ്ങനെ വെന്ത് സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ സാധനമൊക്കെ നല്ല ചൂടോടെ തിന്നണേ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുക്കിംഗ് പരിപാടിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളോട്ട് കിടക്കാം. അപ്പോഴത്തേക്കും ഞാൻ ആദ്യത്തെ തന്നെ നമ്മളെ ഗ്യാസ് നല്ല വൃത്തിയായിട്ട് തുടച്ച് എല്ലാം മാറ്റി, നനഞ്ഞ തുണിയിട്ട് തുടച്ച് പിന്നെ ഒരു ഉണങ്ങിയ തുണിയിട്ട് തുടയ്ക്കും. ഈ ഒരു തുടയ്ക്കലാണ് എനിക്ക് കുറേ നേരം എടുക്കുക, അടിച്ചു വാരലും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ വെച്ച് ഈ കറികളൊക്കെ മാറ്റി വേറെ പാത്രത്തേക്കാക്കി വെച്ച് ഇങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കണം. അപ്പോഴേ എനിക്കൊരു തൃപ്തിയാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. കറിയൊക്കെ കുക്കറിൽ നിന്നൊക്കെ മാറ്റി അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള പണി എന്താണെന്ന് വെച്ചാൽ പാത്രം കൈകളാണ്. പാത്രം ഒരു കുന്ന് പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇഷ്ടം കണക്കിന് പാത്രമാണ്. നമുക്കങ്ങനെ കുറേ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഒരു സിങ്കിലും ഇവിടെയൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ 11:10 കേട്ടോ. അപ്പോൾ 11:10 കുളി നനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പാത്രം കേക്കിൻ്റെ ബേസിനൊരു കുത്തബ് മിനാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് അങ്ങനെ വെച്ച് അവിടെ എത്തി. അപ്പോൾ ഇനി ഒരു പാത്രമേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നൊക്കത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.